പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തി ഒന്നും എന്നെ വീഴ്ത്താൻ കഴിയില്ല. എനിക്ക് 100-300ഓളം കോളുകളാണ് എനിക്ക് വന്നത്, ഭീഷണി കോൾ. ഞാൻ എല്ലാം ചെയ്തതെന്ന് വെച്ചാൽ വരും, വന്ന ഉടനെ തന്നെ ഞാനത് ഡിസ്കണക്ട് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ഞാൻ ഒന്നും എനിക്കെതിരെ കേൾക്കില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരാളെയും ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല. ഞാൻ എൻ്റെ പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ 2000 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. 2000 വീഡിയോ ചെയ്തിട്ടും എനിക്കെതിരെ ആദ്യമായി വരുന്ന ഒരു കേസാണിത്. ആ 2000 വീഡിയോകളിൽ ഒരു 10-25% ഇവിടുത്തെ ഭരണകൂടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കെതിരാണ് ചെയ്തത്. എനിക്കെതിരെ ഒരു കേസും വന്നിട്ടില്ല. വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകളുടെയും ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഞാൻ തുടർന്നിട്ടുള്ളത്, അത് തുടരും. എൻ്റെ വാദങ്ങൾ കോടതി അംഗീകരിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് പിന്നെ അത്രയാണ് എനിക്ക് പറയാൻ. 67 താങ്കൾക്കെതിരെ ചുമത്തിയ ഒരു വകുപ്പ്, അതായത് ഈ അശ്ലീല പ്രചരണം. അപ്പോൾ ഈ തരത്തിൽ ആദ്യം എടുത്ത കേസിൽ താങ്കളെ ചോദ്യം ചെയ്യുന്നു, വിട്ടയക്കുന്നു, അതിനുശേഷം പിന്നീട് പെട്ടെന്ന് മറ്റൊരു കേസ് വരുന്നു. അപ്പോൾ അതിൽ ഒരു മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആസൂത്രണം അല്ലെ പോലീസിന് മേലെ ആ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടെന്ന് കരുതുന്നു? അല്ല, 100% അതാണല്ലോ. ഞാനതിന്റെ വിശദാംശം പറഞ്ഞുതരാം. അതായത് ആദ്യം എനിക്കെതിരെ പിന്നെ ഒരു FIR ഇടുന്നു. ആ FIRൽ തന്നെ പറഞ്ഞത് ഈ സ്ത്രീയുടെ പേരും അവരുടെ ഫോട്ടോയും വെച്ച് ഞാൻ പ്രചരണം നടത്തിയെന്നാണ്. അത് തന്നെ അസംബന്ധമാണ്, ശുദ്ധ അസംബന്ധമാണ്. ഞാൻ ആ വീഡിയോയിൽ ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല. അതിനുശേഷം എനിക്കെതിരെ അതോടൊപ്പം തന്നെ ആ FIRൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് BNSലെ 78, 79, പിന്നെ BNSലെ 3, 5, പിന്നെ IT ആക്ടിലെ സെക്ഷൻ 67, അതുപോലെ തന്നെ കേരള പോലീസ് ആക്ടിലെ 120O, ഇത്രയും വകുപ്പുകളാണ് എനിക്കെതിരെ ഇട്ടിരിക്കുന്നത്. ഈ വകുപ്പുകളൊന്നും സ്റ്റോക്കിംഗ് ഒക്കെയാണ് അതിനകത്തിട്ടിരിക്കുന്നത്. സ്റ്റോക്കിംഗ്, സെക്ഷലി എക്സ്പ്ലിസിറ്റ് കണ്ടന്റുകൾ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്തു, ഞാൻ കോൺസ്പയർ ചെയ്തു, അതൊക്കെ പറയും. ഇതൊന്നും എനിക്കെതിരെ നിലനിൽക്കുന്ന വകുപ്പുകളല്ല. ഞാനതൊന്നും ചെയ്തിട്ടേയില്ല. കാരണം ഞാൻ ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല. ഞാനൊരു സംഭവം പൊതുമണ്ഡലത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. ഒരു സംഭവം. ഞാൻ ഇതിനു മുമ്പ് പല സംഭവങ്ങൾ ഇതുപോലെ പൊതുമണ്ഡലത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വന്നു. ആ FIRുമായി ബന്ധപ്പെട്ടുകൊണ്ട് 19 എടുത്ത കേസിൽ എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു.